നിങ്ങൾക്ക് കാണാവോന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ ഒരു 3-4 വണ്ടികളിലുള്ള ഒരെണ്ണം ഇതുണ്ട്. ഇതൊരു സ്ക്രാച്ച്. പിന്നെ ഇതുണ്ടോ നീളത്തില് ഇവിടെ ഇത് വണ്ടിയാണ്. തട്ടുമുട്ടൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് സങ്കടമുണ്ട്, കാരണം ഞാൻ അങ്ങനെ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. സങ്കടമുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് സങ്കടം, ഞാൻ ഈ കർണാടകത്തിൽ പണിയെടുക്കുന്നതല്ലേ. എനിക്ക് അരി മേടിക്കാനുള്ള പൈസ കിട്ടുന്നത് ഈ നാട്ടിൽ നിന്നാണ്. എനിക്ക് നാടിനോടൊരു മര്യാദയുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നീ മലയാളിയാണ്, നിങ്ങൾ മലയാളികളെല്ലാം ഇങ്ങനെയാണ്, കേരളത്തിലും കാണാതിരിക്കണം, ഇപ്പൊ ഞങ്ങളെ തല്ലിയിട്ടുണ്ടാവില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് ഓരോരുത്തരും വർത്താനം പറയുന്നത്. ഏതെങ്കിലും 1-2 അല്ലെങ്കിൽ മലയാളികൾ അങ്ങനെ ചെയ്യണവരുണ്ടാവും, എനിക്കറിയത്തില്ല, ഇല്ലാന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, ഉണ്ടാവുമായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനൊന്നുമല്ല. നമ്മൾക്ക് തിന്നാൻ തരുന്ന നാടാണ്, നമുക്ക് ആ നാടിനോടൊരു കൂറുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, എനിക്ക് ഒരു വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചു കഴിഞ്ഞാല്, അവരുടെ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ നോക്കി കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സങ്കടമാണ് ഇതൊക്കെ. ഇതിനേക്കാൾ സങ്കടമാണ് നമ്മൾ ഇത്രയും കാലം ഈ നാട്ടിലുണ്ടായിട്ട്, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇവിടെ തന്നെ പണിയെടുത്തിട്ട് നമ്മൾ ഇവിടുത്തെ ഒരാളായിട്ട് ഇവർ കാണുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടില്ല, എന്ന ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നവരുണ്ടാവും പലയിടത്തായിട്ട്, കർണാടകത്തിൽ തന്നെ പലയിടത്തായിട്ട്. എന്തോ ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. എല്ലാവരും ഒരേപോലല്ല, ഇങ്ങനെ ചെയ്യണവരുണ്ടാവും. ഇനി ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നവരാണ്. അപ്പൊ അവരോടൊക്കെ കുറച്ച് മര്യാദയായിട്ട് പെരുമാറും. ആരും മനഃപൂർവ്വം ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടും ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയും വണ്ടിയൊന്നും കൊണ്ട് ഇടിപ്പിക്കില്ല. ഈ വണ്ടിയൊക്കെ തട്ടാന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റുന്നതാ. അത് രണ്ടു കൂട്ടർക്കും കേടില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ആക്കുക എന്നല്ലാതെ ഒരാളെ അന്നേരം തല്ലുക, വേറൊരാളെ ഒറ്റപ്പെടുത്തുക. വണ്ടി തട്ടുമ്പോൾ തന്നെ 2 മനുഷ്യന്മാരുടെ മാനസികാവസ്ഥ മാറും. ഇത് ആരുടെങ്കിലും ഒരുപാടുണ്ടായിട്ട് എടുത്തിടുന്നൊന്നുമല്ല. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന് ഒരു സമാധാനം.